ഓ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, ഉമ്മമാരെ, യുവതികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, മുതഅല്ലിമീങ്ങളെ, MLA-യുടെ അയൽവാസിയാണെന്ന് പറയാനെന്ത് അഭിമാനമാണ്. MP-യുടെ അയൽവാസിയാണെന്ന് പറയാനെന്ത് അഭിമാനമാണ്. മുഖ്യമന്ത്രി എൻ്റെ അയൽവാസിയാണെന്ന് പറയാനെന്ത് ഇസ്സത്താണ്. പ്രധാനമന്ത്രി എൻ്റെ അയൽവാസിയാണെന്ന് പറയാൻ നിനക്കെന്ത് മത്സരമാണ്. ലോകത്ത് അറിയപ്പെട്ടവർ നിന്റെ അയൽക്കാരനാകുന്നത് നിനക്ക് വലിയ സന്തോഷമാണെങ്കിൽ, അല്ലാഹുവിൻ്റെ ഹബീബായി വന്ന റഹ്മത്തുൽ ആലമീനായ സ്വർഗത്തിലെ ചക്രവർത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ നിനക്ക് സ്വർഗത്തിൽ അയൽവാസിയായി കിട്ടേണ്ടതുണ്ടോ? വതൻഅമു ബിന്നഈമി വഹൂരി ഐനി, നിനക്ക് സ്വർഗത്തിൽ സൗദങ്ങൾ കിട്ടും. ആ സൗദങ്ങളിൽ ഹൂറുൽഈങ്ങളെ കിട്ടും. പോരാ ബിദാരിൻ, നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമടാ. ജാറുനാ ഫീഹർ റസൂലു, നിന്റെ സ്വർഗത്തിലെ അയൽവാസി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നബി തങ്ങൾക്ക് അല്ലാഹു സ്വർഗലോകത്ത് സംവിധാനിച്ചിരിക്കുന്ന സൗകര്യം നിറഞ്ഞ സൗദത്തിന്റെ അയൽക്കാരനായി നിനക്ക് വീട് കിട്ടണോ? സ്വലാത്ത് ചൊല്ലിക്കോ, സ്വലാത്ത് പെരുപ്പിച്ചോ. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് ബല്ലിഗ്നാ ശഫാഅത്തുഹു അല്ലതി തഹ്താജുഹാ ഹഖ്ഖൻ ബിയൗമി സിഹാമി. ഒരു ജുമുഅയുടെ തിരക്കല്ല, ഒരു കല്യാണത്തിന്റെ തിരക്കല്ല, ഒരു വോട്ടെടുപ്പിന്റെ തിരക്കല്ല. ഈ പ്രപഞ്ചം അല്ലാഹു തആല സൃഷ്ടിച്ച് മനുഷ്യവാസം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്ന സെക്കൻഡ് വരെ കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരുമായ സർവ്വ മനുഷ്യരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയുള്ള തിക്കിനും തിരക്കിനും കണക്ക് പറയേണ്ടതുണ്ടോ? അങ്ങനെ തിരക്ക് വർദ്ധിച്ച് എവിടേക്ക് പോകണം, ആരെ കാണണം, എന്തു പറയണം, എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓടുന്ന സമയത്ത് കാലിൽ ചെരുപ്പില്ല, അരയിൽ തുണിയില്ല, ദേഹത്ത് കുപ്പായമില്ല, തലയിൽ തൊപ്പിയോ ഷാളോ മുണ്ടോ ഇല്ല, ശരീരത്തിൽ ഒരു നൂല് പോലുമില്ല. പിന്നെ ഉള്ളതെന്താണ്? ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളുടെ കണക്കനുസരിച്ച് നിറഞ്ഞ വിയർപ്പ് മാത്രമാണ്. അങ്ങനെ മനുഷ്യൻ ഇടങ്ങേറാകുന്ന ദിവസം ആദം നബിയെ സമീപിച്ചു, ഫലം കിട്ടിയില്ല. അവിടുന്ന് ഉദ്ർ ബോധിപ്പിച്ചു, നിങ്ങൾ എൻ്റെ സഹോദരൻ ശക്തനായ നൂഹിനെ കാണൂ. അവിടെ ചെന്ന് പറഞ്ഞു, അപ്പോഴും പറഞ്ഞു ദുർബലനാട്, അപ്പുറം ചെല്ലൂ. അവസാനം ഈ മനുഷ്യക്കൂട്ടം ഓടി 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 എത്തിച്ചേരുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. അപ്പോഴാണ് ശരി ശരി ഇടപെടാമെന്നു സമ്മതം പറഞ്ഞ് ധൈര്യം നൽകി സുജൂദിൽ കിടക്കുന്നു. അല്ലാഹു തആല നബിയെ തല ഉയർത്തു, തങ്ങളിങ്ങനെ കിടക്കണോ? ചോദിക്കൂ, തരാമല്ലോ. ചോദിക്കാനുള്ളതെന്താണ്? എനിക്ക് സ്വർഗം വേണമെന്നല്ല, എൻ്റെ ഫാത്തിമ എവിടെയെന്നല്ല, എൻ്റെ ഹസനെ കാണണമെന്നല്ല, എൻ്റെ ഹുസൈനെ കാണണമെന്നല്ല, എൻ്റെ ഖദീജ എവിടെയെന്നല്ല, എൻ്റെ ഉമ്മ ആമിന ബീവി എവിടെയെന്നല്ല, ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഭൂമിയോട് ഫിറാഖ് വാങ്ങിയ എൻ്റെ ബാപ്പ എവിടെയെന്നല്ല.
എൻ്റെ അനുയായികളാകുന്ന ഉമ്മത്തുകൾ അവരെ രക്ഷപ്പെടുത്തൂ റബ്ബേ, രക്ഷപ്പെടുത്തൂ റബ്ബേ, രക്ഷപ്പെടുത്തൂ റബ്ബേ. ഈ റെക്കമെൻഡിലാണ് ഹിസാബ് ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ടാണ് ജയപരാജയങ്ങൾ വന്നു ചേരുന്നത്. ഇരിക്കട്ടെ, അവിടെ നമുക്ക് ശഫാഅത്ത് വേണം. ചൊല്ലിക്കോ അശ്ശഫാഅത ഹബ്ലനാ ഓർക്കണേ. മുസ്ഫീഖാ വാഹ്ലനാ ഇൻ ضعيا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. ഒന്നുകൂടെ വേണം, ശഫാഅത്ത് വേണം, പോരാ. في طيبة الغراء ضم رفاتنا لنفوز بالنعمى وخير مقام. പഠിച്ചോനെ, ജീവിതം ഇവിടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലുമൊക്കെയായി കഴിഞ്ഞാലും മൗത്തിന്റെ തലേ ദിവസം മദീനയിലെത്തണം, മൗത്തിന്റെ തലേ ദിവസം മദീനയിലെത്തണം. വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളോട് സലാം പറയാൻ കഴിയണം. ഞങ്ങളുടെ അങ്ങേയറ്റത്തെ അഭിലാഷമാണ്, ആശയാണ്, ആഗ്രഹമാണ്, അല്ല അത്യാഗ്രഹമാണ്. പടച്ചവനെ, നന്മ ചെയ്യാത്തവർ നിന്നോടങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനാണ്. ഗുണം പിടിക്കാത്തവർ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിലും ഞങ്ങൾക്കൊരു സുആലുണ്ട്. നീയല്ലാതെ അക്രമു കരീമായ റബ്ബ് വേറെയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെത്ര ദുർബലരാണെങ്കിലും അയോഗ്യരാണെങ്കിലും കഴിവുകെട്ടവരാണെങ്കിലും മൗത്തിന്റെ തലേ ദിവസം മദീനയിലെത്തണം. വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഹുജ്റത്തു ശരീഫയുടെ മുന്നിലെത്തണം. ഫീ ത്വയ്ബത്തിൽ ഖറാഇ ളുമ്മ റുഫാതുനാ, ചലനമറ്റ ഞങ്ങളുടെ ശരീരങ്ങൾ മദീനയുടെ മണ്ണിൽ മറവ് ചെയ്യാനാകണം. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ആശിക്കുന്നത്? لنفوز بالنعمى وخير مقامي المدينة خير لهم لو كانوا يعلمون. മദീനയേക്കാൾ മഹിതമായ മഹത്തരമായ മണ്ണ് മറ്റൊന്നില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ തങ്ങൾ. ആ വലിയ നിഅമത്ത് കൊണ്ട് വിജയിക്കാനാണ് തങ്ങളുടെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടന്ന് അലിഞ്ഞു ചേരാനാണ്. في طيبة الغراء ضم رفعتنا لنفوز بالنعمى وخير مقام. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ അബവാ മരുഭൂമിയിൽ ഒറ്റക്ക് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയാൽ ബഖീയിൽ കിടന്ന് സ്വർഗം നോക്കി സന്തോഷിക്കുന്ന ബാപ്പ അബ്ദുള്ള എന്നവരാൽ അജ്ദാദുർ റസൂലിനാൽ അബ്നാഉർ റസൂലിനാൽ ബനാതുർ റസൂലിനാൽ ആലിനാൽ അഹ്ലു ബൈത്തിനാൽ അസ്ഹാബിനാൽ അഖ്യാറിനാൽ അബ്റാറിനാൽ മഹാന്മാരാൽ സ്വാലിഹീങ്ങളാൽ ഖുതുബുൽ അഖ്താബോരാൽ സുൽത്താനുൽ ആരിഫീനോരാൽ അഹ്മദുൽ ബദവി തങ്ങളാൽ ഇബ്രാഹിമുദ് ദസ്ഖി തങ്ങളാൽ ഇമാം ഷാദുലി തങ്ങളാൽ ഇമാം ഷാഫിഈ തങ്ങളാൽ ഇമാം ഗസാലി തങ്ങളാൽ ഇമാം അബൂ ഹനീഫ തങ്ങളാൽ ഇമാം മാലിക് തങ്ങളാൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളാൽ ഇമാം റാസി തങ്ങളാൽ ഇമാം സുയൂത്തി തങ്ങളാൽ അതുപോലെ തഫ്സീർ എഴുതിയ മറ്റു മഹാന്മാരാൽ ഇമാം
ഇമാം ബുഖാരി തങ്ങളാൽ, ഇമാം മുസ്ലിം തങ്ങളാൽ, ഇമാം നസായി, ഇബ്നു മാജ, അബൂ ദാവൂദ്, തുർമുദി റഹിമഹുമുല്ലാ മഹാന്മാരാൽ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാൽ, ഇമാം നബവി തങ്ങളാൽ, ഇമാം ഗസാലി തങ്ങളാൽ, പൊന്നാനി മഖ്ദൂമുമാരാൽ, ബഹുമാനപ്പെട്ട ഖുതുബുൽ ഹിന്ദ് സുൽത്താൻ ഗരീബ് നവാസ് ഖാജ തങ്ങളാൽ, അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയാൽ ബാപ്പയാൽ ഗുലുവര്യർ ഉസ്മാൻ അൽ ഹാറൂനി തങ്ങളാൽ, അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൻ ബാവ ഫഖറുദ്ദീൻ ബാവ തങ്ങളാൽ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദ് ശംസുൽ ഉലമാ ഷാഹി അബ്ദുൽ വഹാബ് ബാനി ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, അവിടുത്തെ ഗുരുപരമ്പരയാൽ, അവിടുത്തെ ആബാ ഉമ്മഹാത്തിനാൽ, അതുപോലെ ഉസ്താദുമാരുടെ പരമ്പരയിൽ ഞങ്ങൾക്ക് കിട്ടിയ അതിമഹോന്നതരായ മഹത്തുക്കളാൽ, ഉമർ ഖാദി തങ്ങളാൽ, ഉമറുൽ ഖാഹിരി തങ്ങളാൽ, മദ്ഹ് എഴുതിയ മഹാന്മാരാൽ, ഇമാം സുലൈമാനുൽ ജസൂലി തങ്ങളാൽ, ഇബ്രാഹിമുൽ ലഖാനി തങ്ങളാൽ, അങ്ങനെ നബി തങ്ങളോട് ഇമാം ബഹുമാനപ്പെട്ട അൽ ആരിഫ് ബില്ലാഹ് അബ്ദുൽ ഗനിയ്യുൻ നാബുൽസി തങ്ങളാൽ, ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ശൈഖ് സിയം വലിയുല്ലാഹി മഹാനവർകളാൽ, അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയാൽ ബാപ്പയാൽ, അവിടുത്തെ സഹോദരങ്ങളാൽ, അവിടത്തേക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഗുരുവര്യന്മാരാൽ, അവിടത്തെ കൈപിടിച്ച് ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയ മശായിഖുമാരാൽ, ഞങ്ങളെ സദസ്സിൽ ചോദിച്ചതും ചോദിക്കാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തരണേ റഹ്മാനേ.